ഹലോ, ഇന്ന് കുറച്ച് പുതിയ കൊട്ടിയൂർ വിശേഷങ്ങൾ കൂടി കേട്ടാലോ? വൈശാഖ മഹോത്സവത്തിന് കൊട്ടിയൂരിൽ ദർശനം നടത്തിയ ശേഷം ഈ ഓടപ്പൂ വാങ്ങാതെ ആരും മടങ്ങില്ല അല്ലേ? ദക്ഷയാഗ ചരിതവും ഈ ഓടപ്പൂവും തമ്മിലും ബന്ധമുണ്ടത്രേ. യാഗവിഘ്നം വരുത്തിയ വീരഭദ്രനും സംഘവും മഹർഷിമാരുടെയൊക്കെ താടിയും മുടിയൊക്കെ പിച്ചി ചീന്തി എറിഞ്ഞു അത്രേ. ഇതാണ് ഓടപ്പൂ എന്നാണ് വിശ്വാസം. ഇളം ഓടമുള തണ്ടുകളെ പ്രത്യേക രീതിയിൽ ചതച്ച് ചീകിയെടുത്താണത്രേ ഓടപ്പൂകൾ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ വ്രതശുദ്ധിയോടെ ഭക്തന്മാർ തന്നെ പൂ ഉണ്ടാക്കിയിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെ മുത്തശ്ശിയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, അക്കരെ കൊട്ടിയൂർ വെച്ച് ഉണ്ടാക്കിയാലേ ഈ ഓടപ്പൂ പൂവാവൂന്ന്, ഇക്കരെ വെച്ച് ചെയ്താൽ പൂവാകില്ല അത്രേ. എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കണൂലേ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. അപ്പം ഞാനും വാങ്ങിയിട്ടോ ഒരു ഓടപ്പൂവ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കായിരുന്നേ. കണ്ണൂരിലെ മുഴുക്കുന്ന് ഗ്രാമത്തിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കേട്ടോ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. നിസ്വാർത്ഥമായ ഭക്തിയോടുകൂടി നെയ്വിളക്കേന്തി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യകാര്യവും സാധിച്ചു കൊടുക്കത്രേ അമ്മ. കേരളസിംഹം വീര പഴശ്ശിരാജയുടെ കുലദേവതാ ക്ഷേത്രം കൂടിയാണത്രേ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം ആരാധിച്ചിരുന്ന കുലദൈവങ്ങളൊക്കെ വെച്ച് അടുത്ത് തന്നെ വേറൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊക്കെ കാണാം അല്ലേ? ശ്രീ മൃദംഗ ശൈലേശ്വരി അമ്മേ മുഴക്കുന്നിലമരുന്ന രാജരാജേശ്വരി സർവേശ്വരി സർവലോകേശ്വരി.